ദേശീയപാതയിൽ അപകടങ്ങൾ പെരുകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടക്കയം ടൗണിൽ മാത്രം നടന്നത് 5ഓളം അപകടങ്ങൾ. ഇതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായപ്പോൾ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 9 മണിയോടെ മുണ്ടക്കയം പെട്രോൾ പമ്പിന് സമീപം ദേശീയപാതയിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പാലൂർക്കാവ് സ്വദേശിയായ മൂലയിൽ ഓമനിയുടെ മകൻ 23 വയസ്സുള്ള അജിത്ത് മരിച്ചു. പാലൂർക്കാവ് സ്വദേശി നെല്ലിയാനിയിൽ സിബിച്ചന്റെ മകൻ ഷൈനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 8 മണിയോടെ ദേശീയപാതയിൽ YMCA ജംഗ്ഷന് സമീപം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം നടന്നിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച വൈകിട്ട് ദേശീയപാതയിൽ പൈങ്ങന SNDPക്ക് സമീപം റോഡ് മുറിച്ചു കടന്ന യാത്രക്കാരനെ പാസഞ്ചർ ഓട്ടോ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മധ്യവയസ്കനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പൈങ്ങനായിലും ചിറ്റടിക്ക് സമീപവും വാഹന അപകടങ്ങൾ നടന്നിരുന്നു. 1 മാസം മുമ്പ് മുറിഞ്ഞപുഴയ്ക്ക് സമീപം ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചിരുന്നു. ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്നതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളും യുവാക്കളുമാണ്. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും പലപ്പോഴും അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ദേശീയപാതയിൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതും റോഡിന്റെ വീതി കുറവും അനധികൃത വാഹന പാർക്കിങ്ങും ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹന ഡ്രൈവിംഗുമെല്ലാം അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.